മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. അതിനനുസൃതമായിട്ടുള്ള ചിത്രങ്ങളായാലും ദൃശ്യങ്ങളായാലും നമ്മളിലേക്ക് പലതവണ പല രീതിയിൽ കടന്നു വന്നിട്ടുണ്ട്. BJP-ക്കാർ പറയുന്നു EVM മിഷനുകളിൽ അട്ടിമറി നടന്നിട്ടില്ല എന്ന്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ ഞങ്ങളൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ജനാധിപത്യ സ്രോതസ്സുകളെ മാനിച്ച് കൃത്യമായിട്ടുള്ള ജനാധിപത്യ രീതിയിൽ തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിലെത്തിയതെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്കപ്പോൾ ഏത് രീതിയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും പ്രശ്നമില്ല. അതായത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ EVM മിഷനുകളിൽ അട്ടിമറി നടന്നിട്ടില്ല എന്ന്. ആയിക്കോട്ടെ, എങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണോ? എന്തുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ബാലറ്റ് പേപ്പർ നിങ്ങൾ ഏറ്റുപിടിക്കുന്നില്ല? എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ വളരെ വ്യക്തമായി കാരണങ്ങൾ മുന്നിൽ നിർത്തി അവരാവശ്യപ്പെടുന്ന ബാലറ്റ് പേപ്പർ സംവിധാനം, ആ സംവിധാനത്തെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റുപിടിക്കാത്തത്? സമയം ദൈർഘ്യം മൂലമാണോ? ദിവസങ്ങൾ എടുക്കും എന്നുള്ളത് കൊണ്ടാണോ? ചിലവുകൾ കൂടും എന്നുള്ളത് കൊണ്ടാണോ? ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിൽ വരുത്താനുള്ള സംവിധാനം ഇന്ന് രാജ്യത്തുണ്ട്. ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പുകളിൽ അട്ടിമറിയുണ്ട് എന്ന് പൊതുജനം ആരോപിക്കുമ്പോൾ ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, EVM മിഷനുകളിൽ അട്ടിമറി നടന്നിട്ടല്ലല്ലോ നിങ്ങൾ ജയിച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങളുടെ വാദം. എങ്കിൽ നിങ്ങൾ പറയുക, ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് BJP-യുടെ നേതാക്കന്മാർ, അല്ല മോദി അടങ്ങുന്ന അമിത്ഷാ അടങ്ങുന്ന നേതാക്കന്മാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരാവശ്യം ഉന്നയിക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിൽ മത്സരിച്ചാലും നിങ്ങൾ ജയിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറയുക, ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരാൻ പ്രതിപക്ഷ പാർട്ടികളോട് നിങ്ങളും കൂടി, പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം നിങ്ങളും കൂടി ആവശ്യപ്പെടുക. പൊതുജനങ്ങളുടെ ഒരു സംശയം മാറിപ്പോകട്ടെ. അതിന് നിങ്ങൾ തയ്യാറാവാത്തത് എന്തുകൊണ്ട്? വ്യക്തമായി ഞങ്ങൾ പറയാം, എവിടെയൊക്കെയോ പലതും ചീഞ്ഞു നാറുന്നുണ്ട്. തെളിവുകൾ ലഭിക്കാത്ത വിധം എന്ന് ഉദ്ദേശിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ചിലരെ BJP-യുടെ നേതാക്കന്മാർ, സംഘപരിവാറിലെ നേതാക്കന്മാരൊക്കെ സ്വാധീനിക്കുന്നതിന്റെ നേർസാക്ഷ്യം നമ്മൾ കണ്ടതാണ്, അറിഞ്ഞതാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ബാലറ്റ് പേപ്പറിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ളത് ആലോചിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ്. EVM മിഷനുകളിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ ആളുകൾ വ്യക്തതയോടുകൂടി വസ്തുതാപരമായി മുന്നോട്ട് വെക്കുന്നതും നമുക്കിടയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക രംഗത്ത് മികവ് പുലർത്തുന്ന അമേരിക്കയായാലും ഇംഗ്ലണ്ടായാലും ജർമ്മനി ആയാലും നിലവിൽ ഉപയോഗിക്കുന്നത് ബാലറ്റ് പേപ്പർ സംവിധാനമാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് തീരും എന്ന് വിചാരിച്ച് അവർ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാത്തത്? അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഇലക്ട്രോണിക് പരമായിട്ടുള്ള ഒരു ചെറിയൊരു വസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വലിയ ലോകം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള കണ്ടെത്തലുകൾ നമ്മുടെ ലോകത്ത് നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഹാക്ക് ചെയ്തുകൊണ്ട് അതിൽ അട്ടിമറി ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തിരിച്ചറിവാണ് ഇംഗ്ലണ്ടിലായാലും ജർമ്മനിയിലായാലും അമേരിക്കയിലായാലും മറ്റുള്ള വിദേശ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവർ ബാലറ്റ് പേപ്പർ എന്ന സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ പ്രതിരോധിച്ച് നിർത്താനുള്ള സംവിധാനങ്ങൾ അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലുമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഒരു റിസ്ക് എടുക്കാതെ ആ ഒരു തിരഞ്ഞെടുപ്പ് മര്യാദയെ മാനിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ മാതൃകയാക്കാൻ എന്തുകൊണ്ട് നമ്മുടെ രാജ്യം തയ്യാറാവുന്നില്ല? നമ്മുടെ രാജ്യത്ത് പഴയ കാലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിലോട്ട് പോകണമെന്ന് പറയാനുള്ള കാരണം, ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പോസ്റ്റിന് താഴെ മൊത്തമായി കമന്റ് വന്നിട്ടുള്ളത് ബാലറ്റ് പേപ്പർ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് ഞാൻ ചെയ്യുന്ന ഒരു വോട്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് പോകുന്നതെന്ന തിരിച്ചറിവ് ലഭിക്കാൻ പറ്റാത്ത വിധം രാജ്യത്തെ EVM മിഷനുകൾ എത്തിപ്പെട്ടു എന്നുള്ള ഒരു വലിയ ആശ്ചര്യമാണ്, ആശങ്കയാണ് പൊതുജനം മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ട്
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആശ്ചര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു ആശങ്കയെ മുൻകൂട്ടി കാണാതെ അല്ലെങ്കിൽ മാനിക്കാതെ മുന്നോട്ട് പോകുന്നത്? അതിൽ ഗൂഢാലോചനകളുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷമടങ്ങുന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു വാക്ക്. പക്ഷെ ആ വാക്കുകളെ പോലും ലംഘിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യത്തിലോട്ട് തിരിച്ചു വരാം. ഇലക്ഷൻ കമ്മീഷൻ ബാലറ്റ് പേപ്പർ മുന്നോട്ട് കൊണ്ടുവരാൻ BJPയും കൂടി ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. കാരണം BJP പറയുന്നത് പോലെ EVM മിഷനുകളിൽ ഞങ്ങൾ അട്ടിമറി നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു കാര്യം ചെയ്യുക, ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരാൻ നിങ്ങളും അവകാശവാദം ഉന്നയിക്കാൻ തയ്യാറാണോ? തയ്യാറാവുകയില്ല എന്നതാണ് ഞങ്ങളുടെ വാദം. കാരണം EVMകൾ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് പരസ്യമായ സത്യമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.